ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 മണിയായി. ഇപ്പോൾ നല്ല ചൂട് കാലമല്ലേ. ഈ ചൂടത്ത് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കുറച്ച് ജ്യൂസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പോയി കാണുകയും കുടിക്കുകയൊക്കെ ചെയ്താലോ. അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, കുറച്ച് 2-3 സ്ഥലം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്പോട്ട് എത്താറായി. ഇത് ഗൗരീശപട്ടം വരെ പോകണ്ട, ഓൺ ദ വേ ആണ്. മുളവന ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഗൗരീശപട്ടം കയറുന്ന ഒരു ഏരിയ. ഇവിടെ ശ്രീനാരായണ ഗുരു മന്ദിരമുണ്ട്. അത് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ വളരെ സ്പെഷ്യലായിട്ടുള്ള മാമ്പഴത്തിൻ്റെ ജ്യൂസാണ് കിട്ടുന്നത്. അടിപൊളിയാണ്. ഓക്കെ, ഇപ്പം തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രൗഡുണ്ടല്ലോ. ചെറിയൊരു ഷോപ്പാണ്. നല്ല വെയിലാണെങ്കിലും പുറത്തിറങ്ങിയിരുന്നപ്പോൾ നല്ല കാറ്റുണ്ട്. കാര്യം ഇതിപ്പോൾ റോഡ് സൈഡാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റീൽ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 3 പേർക്കൊക്കെ ഇരിക്കാം കഷ്ടിച്ച്. ഞാനിരിക്കുന്നതുകൊണ്ടായിരിക്കും ആരും വന്നിരുന്നില്ല. ഇവിടെ എല്ലാവരും നിന്ന് വാങ്ങി കുടിക്കുവാണ്. ഇത് കറക്റ്റ് ആ ജംഗ്ഷൻ ഗുരുമന്ദിരത്തിൻ്റെ തൊട്ടടുത്താണ് മുളവന ജംഗ്ഷൻ. ഗൗരീശപട്ടം ട്രിവാൻഡ്രം പോണ വഴിക്ക്. ഗൗരീശപട്ടം എത്തണ്ട, ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്. വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. ഇവിടെ നിന്നാണ് നമ്മൾ മാംഗോ ഒറിജിനൽ ജ്യൂസ് കുടിക്കാൻ പോകുന്നത്. ഇത് കോട്ടുകോണം മാങ്ങയുടെ അല്ലേ? കോട്ടുകോണം മാങ്ങ മാത്രമാണ് ഇത്. നിറയെ ഓക്കെ, എല്ലാം സ്കിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് അടിച്ചത്. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. തിക്ക് നല്ല തിക്ക് ജ്യൂസാണ്. രണ്ടാമത്തെ ജ്യൂസ് കുടിക്കാനല്ലേ? ഇദ്ദേഹം ചൂട് സഹിക്കാവേ. ആദ്യത്തെ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് കുടിക്കുന്നത്. പക്ഷെ കിടിലോ അല്ലേ? നല്ല അടിപൊളി പ്യുവറാണ്. കൊട്ടുകോണം മാങ്ങയുടെ മാത്രം, വേറെ ഒരു കാര്യവും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഐസ് കുറച്ചിടുന്നു, മിക്സിയിൽ ജാറിലടിക്കണം. ഈവൻ പഞ്ചസാര പോലും ചേർക്കുന്നില്ല കേട്ടോ. എക്സ്ട്രാ ചെടിയിൽ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഉണ്ടോ? ചെറുതായിട്ട് ആണോ? ഐസ് ഇടുന്നതുകൊണ്ട് കുറച്ചിടും അല്ലേ? ഓക്കെ, ഐസ് ഇടുന്നതുകൊണ്ട് മാത്രം. ഓക്കെ, ആ ഒരു രീതിയിൽ വരും കറക്റ്റായിട്ട്. ഓക്കെ, ഭയങ്കര തിക്കാണ്. നോക്കും, ഭയങ്കര അടിപൊളി. ഇവിടെ ഇപ്പോൾ തിരക്ക് തുടങ്ങുന്നേ ഉള്ളൂ. ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല അവസ്ഥ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കുറേ കാലമായിട്ടുണ്ടോ ഇവിടെ ഈ കട? ഇത് തന്നെയായിരുന്നു അന്നും? അല്ല, ആത്തി. അതൊക്കെ ഉണ്ടായിരുന്നോ? ആത്തിച്ചക്കയുടെയൊക്കെ? ഓ, സീതാപ്പഴം. ഓക്കെ, മൊസാമ്പി എല്ലാം ഉണ്ട്. ഇപ്പം അതൊന്നും കൊടുക്കുന്നില്ലേ? ഇതിപ്പോൾ സീസൺ മാറിയപ്പോൾ? ഓ, ഓക്കെ. കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ഒക്കെ ജ്യൂസ്, ഇദ്ദേഹത്തിൻ്റെ കുറേ ടൈപ്പ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ മാംഗോ സീസൺ കയറിയപ്പോൾ മാംഗോയിലേക്ക് എക്സ്ക്ലൂസീവ്. ഇത് വിജയൻ ചേട്ടനാണ് ഈ ഷോപ്പിൻ്റെ ഓണർ. അദ്ദേഹത്തിൻ്റെ ചെറുമോനാണ്. മോൻ്റെ പേരെന്താ? അർജുൻ രാജ്. എവിടെ പഠിക്കുന്നു? ഏതാണ്? കാരേക്കോണം. ഓ, നീലേഷ് വിദ്യാപീഠം. ഓക്കെ, ഏത് ക്ലാസ്സായി? 4ാം ക്ലാസ്. ഓ, മിടുക്കൻ. വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് വന്നാണ് തോന്നും. അതായത് ഒരു ജ്യൂസ് കുടിക്കാൻ വരുന്ന ആൾ 2 ജ്യൂസ് കുടിക്കുന്നതിന് ചുരുക്കം. ഈ ചൂട് സമയത്ത് ഭയങ്കര റിലീഫാണ്. ഒള്ളി 50 രൂപയാണ് തോന്നുന്നു. 50 രൂപയേ ഉള്ളൂ. പക്ഷേ എങ്ങനെ മുതലാവുമെന്ന് തോന്നുന്നു. ചേട്ടാ ഗംഭീര കേട്ടോ. പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഹെൽപ്പ് പേഴ്സണാണ് വരിക. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. കാര്യം ഓടി എത്തണമല്ലോ. ഇവിടെ ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് കൊണ്ടുവരണം. ഓക്കെ, ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ഇതിപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആകുമ്പോഴാണ് ഇത് എക്സ്ക്ലൂസീവായിട്ടല്ലേ? ഇത് 50 രൂപയിലേ വാങ്ങിക്കുന്നുള്ളൂ. എങ്ങനെ മുതലാവുന്നു? ഏതാ? മാവുകൾ വാങ്ങിച്ചിട്ടിരിക്കുന്നു അല്ലേ? ലേലത്തിന് വിളിച്ച്. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. 2000 രൂപ. ഓക്കെ, 10 കിലോ ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. 10 കിലോ മാങ്ങയിൽ നിന്നും പിന്നെ 40 ജ്യൂസാണ് കിട്ടുന്നത്. 10 കിലോ മാങ്ങയ്ക്ക് 2000 രൂപ. അപ്പോൾ എത്ര? 50 രൂപ വെച്ചാണെങ്കിൽ അപ്പോൾ ചേട്ടന് ബ്രേക്ക് ഈവൻ ആകുന്നതേ ഉള്ളൂ അല്ലേ? പക്ഷെ അധ്വാനത്തിനൊന്നും കഴിയില്ല. അപ്പോൾ ഒരു ലാഭവും ഇല്ല കേട്ടോ. ഇത് ഈ ഓരോ മാവിൽ നേരത്തെ മാവ് കായ്ക്കുമ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കും, ലേലത്തിൽ പിടിച്ച് വയ്ക്കും. എന്നിട്ട് അത് ആയി കഴിയുമ്പോൾ വിളയുമ്പോൾ പോയി പറിക്കും. ആളെ കൊണ്ടുപോയി പറിപ്പിക്കും. അതിനും ചിലവല്ലേ ആളെ വിട്ട് പറിപ്പിക്കുന്നതൊക്കെ.
മതി. ചില അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കും. ഓക്കെ, അങ്ങനെ വന്നാലും കുറച്ചുകൂടെ കൂട്ടണം. ആണ് 10 വർഷത്തിന് മുന്നേ ഇതേ റേറ്റ്, ഇപ്പോഴും ഇതേ റേറ്റ് അല്ല ചേട്ടാ? കുറച്ചൊന്ന് കൂട്ടിക്കോ, കുഴപ്പമില്ല. ഇനി കൂട്ടണം, നമ്മൾ ഒരു 10 രൂപയെങ്കിലും കൂട്ടാം. ഓക്കെ, അല്ല ചേഞ്ച് ഇല്ലേ? മാങ്ങയും കൂടെ വാങ്ങിക്കാം, എന്നിട്ട് ബാക്കി തന്നാൽ മതി. അതിനെങ്ങനെ വില? കിലോ 100 രൂപ. അപ്പോൾ അത് എടുക്കാം, 1 കിലോ. മധുരമുള്ള നോക്കി. ഇവിടെ കുറച്ച് മാങ്ങയും കൂടി മേടിച്ചിട്ടോ. എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല കേട്ടോ, കൂട്ടുകൂടെ മാങ്ങ കിട്ടുകയില്ല. എനിക്ക് 1 കിലോ തരാമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാത്തൊരു മാങ്ങയുണ്ട്, അതും കൂടി 1 കിലോ മേടിക്കാം. എന്ത് മാങ്ങയാണെന്ന് ഞാൻ ആലോചിക്കാം. മനസ്സിലായില്ല. ഇത് വേറൊരു മാങ്ങയാണ് കേട്ടോ, മധുരമുണ്ട്. ഇതാ കൂട്ടുകൂടെ മാങ്ങ. ഇത് 1 കിലോ, ഇതും കൂടെ 1 കിലോ എടുത്തു കേട്ടാ. അപ്പോൾ ഇത് നമുക്കേ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കില്ലേ ഇത്? ഓ, ദശ കുറവാണ്. വെറുതെ ഇങ്ങനെ അതന്നെ. ഓക്കെ, പുളിശ്ശേരി മാങ്ങ കഴിക്കുന്ന പോലെ. ഈവൻ പുളിശ്ശേരിക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും അല്ലേ? ഓക്കെ, അതായത് ഇതിന് ദശ കുറവാണ്, മാങ്ങേണ്ടിയുടെ വലിപ്പമാണ് കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ ഉറിഞ്ചി കുടിക്കില്ലേ, അതുപോലെ കുടിക്കാനായിട്ട് നല്ലതാണ്. വേണമെങ്കിൽ പുളിശ്ശേരിക്കും പറ്റും പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് 1 കിലോ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. കോട്ടുകോണത്തിന് എന്താ വില? കറക്റ്റ് ആയോ? പൈസ മതിയല്ലോ? ഓക്കെ. അല്ലല്ല, ഇതെങ്ങനെ എടുക്കുന്നേ? ചേട്ടൻ തന്നെ എടുത്തോ? എനിക്ക് അറിഞ്ഞൂടാ നല്ലത് നോക്കി എടുക്കാനൊന്നും. ഈ കളറുള്ളത് നോക്കി എടുക്കും. എന്നോട് ആവശ്യമുള്ളത് എടുത്തോളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ മാങ്ങ തൂക്കി തരുന്നില്ല. പോയിട്ട് വരട്ടെ. താങ്ക് യു. അങ്ങനെ അടിപൊളി ജ്യൂസ് എല്ലാം കുടിച്ച് തിരിച്ച് വീണ്ടും കാറിൽ കയറി കഴിഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ മാമ്പഴം, ഇതിനെ എനിക്കൊരിക്കലും ഒരു മിൽക്ക് ഷേക്ക് എന്നോ അല്ലെങ്കിൽ മാംഗോ ഷേക്ക് എന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇത് പ്യുവർ ജ്യൂസാണ്. ഇങ്ങനെ കിട്ടുന്ന കടകൾ വളരെ കുറവല്ലേ. ഇത് വളരെ ചെറിയ പൈസ. ഞാൻ അതാ ചോദിച്ചത്, 50 രൂപയ്ക്ക് എങ്ങനെ മുതലാകും? അപ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. നിറച്ച് കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് നല്ല ചിൽഡായിട്ടാണ് ടേസ്റ്റ്. ഒരു ഭയങ്കരമായ ഒരു ആശ്വാസം തോന്നും. പക്ഷെ തീരുന്നില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ജ്യൂസുകളുടെ പറയുന്നത് പിന്നാലെ പോവാണ്. ഇനി അടുത്തൊരു കുടം മിൽക്ക് സർബത്ത്, ഹോർലിക്സ് സർബത്ത് കിട്ടുന്നൊരു കടയുണ്ടെന്ന് പറഞ്ഞു. ആ ഭാഗത്തേക്ക് പോകണം. അരുവിക്കരയുടെ അടുത്താണ്. അരുവിക്കര ഡാം പോകുന്ന വഴിക്ക്. എൻ്റെ അമ്മ നല്ല വെയിൽ. 1 മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ. അതേ നോക്കിക്കോളൂ. ഇതാണ് നമ്മൾ അരുവിക്കര ഭാഗത്ത് വന്നിട്ട് നൈനൂസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി. ഇവിടെയാണ് നമ്മുടെ കുടം സർബത്ത്. ഹലോ. ഓക്കെ. വേറെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു കുടം അല്ലേ? കുടം ഹോർലിക്സ്. ഒരു എന്താ പറയുന്നത്? അതാണ് അകത്തോട്ടിരിക്കാം. ഓക്കെ, ഇത് ഹോർലിക്സ് വെച്ചിട്ടൊരു സാധനമാണ് അല്ലേ? ഹോർലിക്സ്. ഓ, അത് ശരി. ഞങ്ങളിത് 3 വർഷം കൊണ്ട് ചെയ്യുന്നു. ആണല്ലേ? ഓക്കെ. 3 വർഷം കൊണ്ട് ഞങ്ങൾ സർബത്ത്, ഫലൂഡ, ഫ്രൂട്ട് സാലഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഷാർജന്, പിസ്ത, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈം തന്നെ വെറൈറ്റീസ് കുറേ ഉണ്ട്. ഗ്രേപ്പ് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ, എല്ലാ ഐറ്റംസും എല്ലാം. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഞാനിത് അറിഞ്ഞത് കേട്ടോ. സംഭവം ഇവിടെ നമുക്ക് അങ്ങനെ ഈ കട കുറച്ച് ഉള്ളിലേക്കായത്. പക്ഷെ നല്ല സംഭവമാണെങ്കിൽ ആരും വരും എന്ന് മനസ്സിലായില്ലേ? എവിടെ? അരുവിക്കരയും തേടി വരും. അരുവിക്കര ഇത് ശരിക്കും ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. അരുവിക്കര ജംഗ്ഷനിൽ നിന്ന് സ്കൂൾ നട കുറച്ച് മുകളിലോട്ട് കയറിയിട്ട് മുത്തൂറ്റ് എതിർവശം. അതെ, മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഓപ്പോസിറ്റ് നൈനൂസ് ബേക്കറി. ഇതാണ് കറക്റ്റ് സ്ഥലം. പല ടൈപ്പ് ഓഫ് സർബത്ത്, ജ്യൂസ്, എല്ലാ കാര്യങ്ങളും കിട്ടും. അല്ല, ഇവരുടെ കുടം സർബത്താണ് ഇപ്പൊ ഇങ്ങനെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് ഞങ്ങൾക്ക് ഫലൂഡ ആയിരുന്നു. ഓക്കെ. പിന്നെ മഴ വന്നതിന് ശേഷം ഫലൂഡ കുറച്ചൊന്നും കുറച്ച്
ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ പിന്നെ ചൂട് സമയം കൂടിയാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ കൃത്യമായിട്ട് കുടം സർബത്ത് ഒരാൾക്ക് കുടിക്കാൻ പറ്റുമല്ലോ. അത് കൂടുതൽ അതാ ഞാൻ ചോദിച്ചത്, കുറച്ച് കൂടുതലായിരിക്കും. ഒത്തിരി സർബത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇടും. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാതുളമുണ്ട്, ഗ്രേപ്പ് ഉണ്ട്, പിന്നെ പഴം, പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഐറ്റംസ് പറഞ്ഞു വരാൻ ഒരുപാടുണ്ട്. അതിൻ്റെ അകത്ത് 16 ഐറ്റംസ് തന്നെ ഉണ്ട്. പിന്നെ ഫ്രൂട്ടി ഉണ്ട്, കഷ്കസ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്. ഗംഭീര പരിപാടിയാണ്. അത് ഉണ്ടാക്കുന്ന കൂടെ നമുക്കൊന്ന് കാണാൻ പറ്റും. ചെറുപഴം എടുക്കുന്നു, പിന്നെ കുറച്ച് ഫ്രോസൺ മിൽക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പഞ്ചസാരയും, കുറേ തേനീച്ചകൾ ഇവിടെ കിടന്ന് പറക്കുന്നുണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ. ഡേറ്റ്സ് ഇടും അല്ലേ, അവസാനം ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ ആദ്യം പാലും പഴവും പഞ്ചസാരയും കൂടിയാണ്, അതായത് ഫ്രോസൺ മിൽക്ക്. മാമ്പഴം അതല്ല, ഇത് കട്ട് ചെയ്ത് ഇത് അരയ്ക്കുന്നതിന് ചേർക്കോ? ഓ, ചെറിയൊരു പീസ് മാമ്പഴം കൂടി ചേർക്കുന്നു. ഇപ്പോൾ സീസൺ മാങ്കോയുടെ സീസൺ ആയതുകൊണ്ട് അല്ലേ. ഇട്ടു അതിനകത്ത് ഇട്ടു. ഭയങ്കര ടേസ്റ്റാണ്. ഓ, ഫ്രോസൺ മിൽക്ക് തല്ലി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ടു. ഇതിനകത്ത് മാമ്പഴത്തിൻ്റെ ഒരു പീസും കൊണ്ട്, പഴമുണ്ട്, പഞ്ചസാര ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് കുടത്തിനകത്ത് കുതിർത്ത കഷ്കശ് എടുത്തിട്ടുണ്ട്, പിന്നെ കപ്പലണ്ടി, പിന്നെ കുറച്ച് അവലിടുന്നു. അതായത് മിക്സ്ഡ് ഫ്രൂട്ട്സ് ആണ്. മാമ്പഴം, പിന്നെ മാതളം, പിന്നെ പൈനാപ്പിള്, പിന്നെ എന്തൊക്കെയാ പറയുന്നത്, ആപ്പിള്, പിന്നെ ഏത്തപ്പഴം, പപ്പായ, എല്ലാം കൂടി പേരൊക്കെ 8 ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെ ചോപ്റ്റാണ്. അതും കുറച്ച് ചേർക്കും. തണ്ണിമത്തനും ഉണ്ട്. ഓക്കെ, ഇതിലേക്കാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ച ആ ഒരു ഓക്കെ ആ പാലിൻ്റെ ആ മിശ്രിതം, പാല്, പഴം, മാമ്പഴം മിക്സ് ചെയ്യണം. ഓക്കെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. കുടം നിറയുന്നു. അതെ, ഈന്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി കൂടി വെച്ച അലങ്കാരം. ഈ ഹോർലിക്സ് എടുത്താൽ എങ്ങനെയാണ്? അത് വേണമെന്നുണ്ടെങ്കിൽ ഇടുള്ളൂ. ഓക്കെ, ഈ പാലിൻ്റെ ഈ മിശ്രിതത്തിൽ തന്നെയാണ് ഹോർലിക്സ് ഇടുന്നത്. ഓക്കെ, യെസ്, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ കുടം സർബത്ത്. ഭയങ്കര വൈറൽ ആൻഡ് ഫേമസ്. ഇത് വെറും എത്ര രൂപയാണ്? വെറും 60 രൂപയുള്ളൂ. എന്തുമാത്രം ഫ്രൂട്ട്സിൻ്റെ അകത്ത് കയറിയെന്നറിയാം. നമ്മൾ വാങ്ങിച്ചു കഴിക്കാനാണെങ്കിൽ എത്ര രൂപ വേണം അല്ലേ? ഇത്ര ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണമെങ്കിൽ ഇതെങ്ങനെ മുതലാവുന്നു? ഇത് എല്ലായിടത്തും ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. ഹോൾസെയിൽ എന്നാലും ആണല്ലേ. അടിപൊളി. ചേട്ടൻ്റെ പേരെന്തായാലും ആണല്ലേ, നെടുമങ്ങാട് ടൗണിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ വന്ന് ഇത് സെറ്റാക്കി ഇവിടെ ഇതങ്ങ് ഹിറ്റായി, സൂപ്പറായി. ഇപ്പോഴാണ് ഹിറ്റായത്. സോഷ്യൽ മീഡിയ വഴി കുറച്ച് കൂടുതൽ ഹിറ്റായി കഴിഞ്ഞു. അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകൾ. അത്രയ്ക്ക് എക്സലന്റ്, വെരി ടേസ്റ്റി, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. മസ്റ്റ് ട്രൈ കേട്ടോ, ഗംഭീരം. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങൾ. ഹെൽത്തി, നല്ല ഹെൽത്തിയാണ്. ഈ ചൂടത്തേക്ക് 3 വർഷം കൊണ്ട് ഇവിടെ പക്ഷേ ഇപ്പോഴാണ് ഇത് പുറം ലോകമാണ്. നെടുമങ്ങാട് കൊടുത്തിട്ടില്ല. കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റൂലായിരുന്നു. ജ്യൂസിന്റെ പരിപാടി ഒന്നും ഞാൻ പഠിച്ചത്, ഞാൻ കണ്ട് പഠിച്ചതാണ്. ഒരു ജ്യൂസ് ഞാൻ ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കാൻ പഠിച്ചില്ല. എന്ത് സാധനവും ഞാൻ ഇത് 1-2 ദിവസം എനിക്ക് കാണുമ്പം മനസ്സിലാവും. വേറെ ഒന്നും അറിഞ്ഞൂടാ, കടയെ കുറിച്ച് മാത്രമേ അറിയാവൂ. അതെയല്ലോ, കട എന്താണ് എല്ലാ കാര്യം അറിയാം. നല്ല കൈപ്പുണ്യം ചെയ്യണം. അതെ, അടിപൊളി. കടയ്ക്ക് വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തത്. 20 വർഷം കടയിൽ നിന്നിട്ടും എന്റെ കടയിൽ പോയിട്ട് വന്ന് നോക്കി എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് പോകണം ഞാൻ, തുറക്കണത് ഞാൻ. അടയ്ക്കണ സമയം അടയ്ക്കണ അത് നമ്മുടെ സ്വന്തം കടയല്ല. ഓ, എന്നിട്ട് വരെ അത് സ്വന്തം പോലെ നോക്കി നെടുമങ്ങാട്. ഇതാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഇതാണ് സ്വന്തം. 3 വർഷമേ ഉള്ളൂ തുടങ്ങിയിട്ടപ്പോ സ്വന്തമായിട്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാട്ടോ. 60 രൂപയ്ക്ക് ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. തീർച്ചയായിട്ടും വരാത്തവർ വരണം. അരുവിക്കര നമുക്ക്. ഓക്കെ, കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. നൈനൂസ് ബേക്കറി അല്ലേ? പാലടിച്ച് മിക്സ് ചെയ്യണം. ബാക്കി ബോട്ട് ഹോർലിക്സ് ഇട്ട് കപ്പലണ്ടി ഇട്ട് അടിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഓറഞ്ചിന്റെ
ഇത് ഒരു ഓറഞ്ചിൻ്റെ ഷേക്കാ. ഓറഞ്ച് കൊള്ളൂല. അപ്പൊ ഓറഞ്ച് ഷേക്ക് ഇപ്പൊ കൊടുക്കാമല്ലോ. ഓറഞ്ചും പാലും പിന്നെ എന്താ വെച്ചാൽ ഓറഞ്ചിനെ ആദ്യം വെള്ളം ഒഴിക്കാതെ അതിനെ അരിച്ചെടുക്കും. അരിച്ചെടുത്തതിന് ശേഷം എന്നിട്ട് പാലടിച്ച് കപ്പലണ്ടിയും ബൂസ്റ്റ് ഹോർലിക്സും ഇതും കൂടെ പാൽ അത് ഈ അടിച്ചൊഴിക്കാൻ അതും കൂടെ അരിക്കും ഒഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക കൊടം സർബത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അവിടെ പോയി ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പം നവാസേട്ടനും വൈഫ് ഇങ്ങോട്ട് വന്നേ. 2 മക്കളാണ്, അവരെല്ലാം പഠിക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ. ഒരാൾ ജോലിയായി, ഒരാളിരിക്കുന്നു. അപ്പോൾ 20 വർഷത്തെ എക്സ്പീരിയൻസ് ചേട്ടന് നേരത്തെ ഉണ്ട് നെടുമങ്ങാട്. ഇത് ഇവിടെ 3 വർഷമായിട്ട് സ്വന്തമായിട്ട് ചെയ്യും. പേരെന്തായിരുന്നു? ശ്യാമിലയും ഫുൾ കൂടെ തന്നെയുണ്ട് ചേട്ടനോടൊപ്പം. അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരം. താങ്ക് യു. അപ്പോൾ എല്ലാവരും വരിക, ഗംഭീരമാണ്. ഒരു എന്താ പറയുക, വന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇത്രയും വന്നതൊരു സന്തോഷം തോന്നും. ഭയങ്കര നല്ല കാര്യം, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത്. ഇത് ചൂടില്ലാത്ത സമയത്ത് വരാം, ഗംഭീരമാണ്. ഇത് ഹെൽത്തി അല്ലേ മേഡം? എപ്പോ മനസ്സിലായി. അത്രേ ഉള്ളോ? 1 കിലോ വയ്ക്കാം. ഓക്കെ. ഇത് പഴുത്തതാണല്ലോ അല്ലേ? ഓക്കെ. അങ്ങനെ ഹസ്ബൻഡ് വൈഫ് ടീമിൻ്റെ അടുത്ത് യാത്ര കുറച്ച് പോയി. ഇപ്പോൾ ഇച്ചിരി ഒരു ഗ്യാപ്പ് കിട്ടി. ആൾ കുറഞ്ഞ വന്ന ഒരു സമയത്ത് ഇറങ്ങുന്നു. ഓക്കെ. ഇനി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടുത്തെ അടിപൊളി മാങ്ങയും കൂടെ 1 കിലോ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കറക്കം മതിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിനി കുടിക്കാൻ സ്ഥലമില്ല വീട്ടിൽ. 2 തരം അടിപൊളി ജ്യൂസെല്ലാം കുടിച്ച് ഹാപ്പിയായി ഈ വെയിലത്ത് വേനൽ ആസ്വദിക്കുകയാണെന്ന് തന്നെ പറയുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.